നമസ്തേ. പാലക്കാട് ജില്ലയിൽ മംഗലം ഡാമിലാണ് വന്നിരിക്കണേ. ഈ പുറമെ ബാക്കിൽ കാണുന്നതാണ് മംഗലം ഡാം. ഇവിടേക്ക് നമുക്ക് ഈ ഡാമിൻ്റെ ഈ ഗേറ്റിൻ്റെ ഇവിടം വരെ നമുക്ക് വണ്ടി കയറ്റാം കേട്ടോ. ആൾക്ക് കയറാൻ 30 രൂപയും വണ്ടിക്ക് 20 രൂപയാണ്. താഴെ ടിക്കറ്റ് എടുക്കണം. ഗൂഗിൾ പേ ഒന്നുമില്ല, ക്യാഷാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഡാമിൻ്റെ അങ്ങടേക്ക് നടക്കുകയാണ്. മംഗലം ഡാമിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. ഞാൻ മുൻപൊരിക്കൽ ഒരു 10 വർഷം മുൻപാന്ന് തോന്നുന്നു, 10 വർഷം മുൻപ് മംഗലം ഡാമിൻ്റെ അവിടെ എനിക്കൊരു കസ്റ്റമർ ഉണ്ടായിരുന്നു. അന്ന് കസ്റ്റമറുടെ അടുത്ത് വന്നതാണ് പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട്, HDFC ബാങ്കിലുള്ളപ്പോൾ. 10 വർഷത്തിന് മുൻപാണ്. ഇതിൻ്റെ താഴെ വരെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇങ്ങോട്ട് വന്നല്ല. അപ്പോൾ നമുക്ക് ഞാൻ താഴത്തെ അവിടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കയറി വന്ന കാഴ്ചകളും ഇവിടേക്ക് വന്ന വഴിയും കാണിച്ചു തരാം. ഇനിയപ്പോൾ നമുക്ക് മംഗലം ഡാമിൻ്റെ കാഴ്ചകളാണ്. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിലെ വണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ ഗായത്രി പുഴയുടെ പോഷക നദിയായ മംഗലം പുഴയുടെ ഒരു കൈവഴിയായ ചെറുകുന്നപ്പുഴയ്ക്ക് കുറുകെയാണ് മംഗലം ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഡാമിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരു നിശ്ചിത പ്രവേശന ഫീസ് വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് 30 രൂപയും വാഹനങ്ങൾക്ക് 20 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള UPI ആപ്പുകളൊന്നും ഇവിടെ എടുക്കില്ല. അതുകൊണ്ട് പൈസ കൊടുത്ത് തന്നെ വേണം ഇവിടെ ടിക്കറ്റ് എടുക്കുവാൻ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഏകദേശം ഒരു 350-400 മീറ്ററോളം നമുക്ക് വാഹനവുമായി മുകളിലേക്ക് പോകാം. അവിടെ വാഹനം പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഡാം മുഴുവൻ ചുറ്റി കാണാവുന്നതാണ്. മുകളിൽ വാഹനം പാർക്ക് ചെയ്യുന്നിടത്ത് നല്ല ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട്. വളരെ സുന്ദരമായ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ മംഗലം ഡാം. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. ഇവിടെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ബൈക്കും കാറൊക്കെ ഇവിടം വരെ വരും. ഇതാ ഭാഗത്താണ് നമ്മൾ കയറി വന്ന ആ ഒരു ഗേറ്റ് ഉള്ളത് കേട്ടോ. ബസ് അതിൻ്റെ പടിക്ക് വരും, പ്രൈവറ്റ് ബസ്. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് നടന്ന് ഇങ്ങനെ വരാം. കണ്ടോ, നമ്മൾ അതിലെങ്ങനെ കയറിയിട്ട് ഇതിലെങ്ങനെ കടന്ന് ചുറ്റി വരാമെന്നാട്ടോ പറഞ്ഞത്. ഞാൻ ഇവിടെ നിന്നുള്ള ജസ്റ്റ് വ്യൂ കാണിച്ചു തരേ. മംഗലം ഡാം ഒരു വഞ്ചി കിടക്കണ്ട കേട്ടോ അവിടെ. എന്ത് രസമുള്ള കാഴ്ചകളാന്ന് നോക്കി മംഗലം ഡാമിൻ്റെ. പശ്ചിമഘട്ടത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകളും വളരെ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന മംഗലം അണക്കെട്ടും അതിൻ്റെ ജലസംഭരണികളും. ഈ കാഴ്ചകൾ പാലക്കാട് യാത്രയിൽ ഒരിക്കലും മിസ്സാക്കരുത്. മംഗലം പ്രദേശത്ത് ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഈ അണക്കെട്ടിൻ്റെ ശേഷി വരുന്നത് 25.34 ദശലക്ഷം ഘന അടി വെള്ളമാണ് കേട്ടോ. ഈ റിസർവറിന് ചുറ്റും താഴ്ച വളർന്ന ഈ വനം ശരിക്കും പറഞ്ഞാൽ വിവിധ ഇനം മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒരു വലിയ ആവാസ കേന്ദ്രം കൂടിയാണ് കേട്ടോ. പാലക്കാട് മംഗലം ഡാമിൻ്റെ വ്യൂ ആട്ടത്. ഡാമിൻ്റെ റിസർവോയറായി കാണുന്നത് എന്ത് രസമുള്ള വ്യൂ ആണെന്ന് നോക്കി. ശരിക്കും പറഞ്ഞാൽ അതൊരു തുരുത്താണെന്ന് തോന്നണം കേട്ടോ. അതൊരു തുരുത്താണേ. ഇങ്ങനെ നമ്മുടെ ഇതാണ് വെസ്റ്റേൺ ഗാർഡ്സാണ് ഈ കിടക്കണേ. ഇങ്ങനെ കണ്ട
നേരത്തെ ഞാൻ അവിടെ നിന്നപ്പോൾ കാണിച്ചൊരു തുരുത്താട്ടത് ഇത് കണ്ട തുരുത്താണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ തുരുത്ത് നമുക്ക് കാണാം കേട്ടോ. ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അതൊരു തുരുത്താണ്. അവിടെ എന്തോ ഒരു കൺസ്ട്രക്ഷന്മാർ എന്തോ കാണാം. പിന്നെ ഇവിടെ കൊട്ടവഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നീർനായൊക്കെ പോകുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം നീർനായ. പിന്നെ 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 കൊട്ടവഞ്ചികളൊക്കെ ഉണ്ട്. പക്ഷേ ആരും കാണുന്നില്ല. കൊട്ടവഞ്ചി ആളുണ്ടായിരുന്നു കൊട്ടവഞ്ചിയിലൊന്ന് പോവായിരുന്നു നമുക്ക്. എന്ത് രസമുള്ള സ്ഥലം, ഗംഭീര സ്ഥലം. ഇങ്ങനെ നമ്മൾ നടന്ന് ഷട്ടറിൻ്റെ അവിടെ എത്തിയിട്ടോ. അതെ അവിടെയാണ് ഷട്ടർ വരുന്നത്. കണ്ട ഇങ്ങനെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്നുണ്ടാകാൻ സാധ്യതയുള്ള ശക്തമായ മഴയിൽ ഡാമിലും പുഴകളിലും തോടുകളിലും കുളങ്ങളിലും ജലനിരപ്പ് വരാൻ സാധ്യതയുള്ള ജലാശയത്തിലേക്ക് ഇറങ്ങുന്ന കർശനം നിരോധിച്ചിരിക്കുന്നു. ഇതാണ് മംഗലം ഡാം. ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ നല്ല രസമുള്ള കാഴ്ചയായിരിക്കും കേട്ടോ. അയ്യോ നോക്കിയേ, അവിടെ ഉണ്ടല്ലോ, അതവിടെ ഒരു മഹാദേവൻ്റെ ഒരു ശില്പം തോന്നുന്നു കേട്ടോ. മഹാദേവനാണെന്ന് തോന്നുന്നു ശില്പം. നമ്മുടെ ഈ റിസർവ് ഷട്ടറിലേക്ക് വെള്ളം താഴേക്ക് ഒഴുകണോടത്താണ് ആ ഒരു ശില്പം വന്നേക്കണത്. ഒന്ന് സൂം ചെയ്ത് കാണിച്ചാലേ കണ്ട, മഹാദേവൻ്റെ ശില്പം തോന്നുന്നു കണ്ടിട്ട്. കൊള്ളാമല്ലേ ഷട്ടറിൻ്റെ മെക്കാനിസം നോക്കിയേ. ഷട്ടറിൻ്റെ നാട് കയറി കഴിഞ്ഞാൽ ഡാമിൻ്റെ റിസർവർ കാണാം. മഴ പെയ്യുന്നുണ്ടോ, എന്ത് രസമാണ് മഴ പെയ്തപ്പോൾ. ഒരു രക്ഷയില്ലാത്ത വ്യൂ. താഴേക്ക് വെച്ചാ ഇവിടെ അങ്ങനെ അഴുക്കാണ്. ഇതൊരു വലിയ തുരുത്ത്, ഇതൊരു ചെറിയ തുരുത്ത്, അതുകൂടാതെ ഇതൊരു തുരുത്താട്ടാ. കണ്ട കുറേ തുരുത്തുകളുണ്ട് ഇവിടെ. മഴ പെയ്തപ്പോൾ എന്തൊരു സ്ഥലം കാണാനായിട്ട്. മഴ ആ മലയുടെ മുകളിൽ നോക്കിയേ, ആ ഒട്ടുക്കത്തെ വ്യൂ. നമ്മളവിടെ നിൽക്കൊണ്ട് വന്നു കഴിഞ്ഞാലേ ഇവിടെ ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വലിയ മരങ്ങളൊക്കെ നിൽക്കണം കാണാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെറിയ പൂള് പോലെയൊക്കെ ഉണ്ട് കണ്ട. എന്തായാലും നല്ല രസമുള്ള വ്യൂ ഉണ്ട് മംഗലം. ഇടയ്ക്കൊന്ന് വന്ന് ചില്ല് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നിറച്ച് കപ്പിൾസാണ് അതിൻ്റെ ഉള്ളിലൊക്കെ. കപ്പിൾസിൻ്റെ ബഹളം ഇവിടെ. വലിയ ശല്യമൊന്നും ഇല്ലാത്ത സ്ഥലം കേട്ടോ. വലിയ ശല്യങ്ങളൊന്നുമില്ല. കപ്പിൾസിനൊക്കെ സുഖമായിട്ട് വന്നിരിക്കാൻ പറ്റിയ, നേരത്തെ പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കപ്പിൾസിനെ കാണാം. നമ്മളിങ്ങനെ ഈ ഒരു കുന്നില്ലേ, ഇതിങ്ങനെ ചുറ്റിയിട്ട് അവിടെ വന്നാൽ ഇനി നേരെ കയറി കഴിഞ്ഞാൽ ഇനി ഡാമിന് പുറത്തേക്ക് ഇറങ്ങാം. ഓ മഴ പെയ്തപ്പോൾ എന്ത് വ്യൂ ആന്ന് നോക്കി, രക്ഷയില്ലാത്ത വ്യൂ. അപ്പം ഇനി നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ നമ്മളിന്നിപ്പോൾ പാലക്കാട് വന്നേ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു വരിക ഒരു മണ്ണൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ വീഡിയോ ചെയ്യാനാണ് കേട്ടോ. അവിടെ MWL എന്ന് എഴുതി വെച്ചാൽ എനിക്ക് തോന്നുന്നു മാക്സിമം വാട്ടർ ലെവലായിരിക്കും ആ എഴുതി വെച്ചേക്കണേന്ന് തോന്നുന്നു കേട്ടോ. MWL മാക്സിമം വാട്ടർ ലെവൽ ഒരു പോയിൻ്റ് കണ്ട. പാലക്കാട് ജില്ലയിലെ മംഗലം ഡാമിൻ്റെ കാഴ്ചകളാട്ടോ. അതായത് മംഗലം ഡാം കാണാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാണാം എന്നുള്ളൊരു കാഴ്ചകളാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുന്ന് ചുറ്റി ഇങ്ങനെ വരാം. കുറച്ച് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഡാമിൽ ഇത്ര വെള്ളമുണ്ട്.
വളരെ ശാന്തമായൊരു സ്ഥലം, വലിയ ശല്യം ഇല്ലാണ്ട്. ഇപ്പോൾ കഥ എഴുതാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നിരുന്ന കഥയൊക്കെ എഴുതാം. അത്യാവശ്യം സാറ് പറഞ്ഞിരിക്കാൻ പറ്റിയ ആൾക്കാർക്ക് അത് ചെയ്യാം. കപ്പിൾസിന് വരാം. അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നവർക്ക് വേണമെങ്കിൽ ഒന്ന് ഒരു തവണ വന്ന് കണ്ടു പോകുന്ന സ്ഥലമാണ് മംഗലം ഡാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ മംഗലം ഡാമിൻ്റെ കാഴ്ചകൾ. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചെടുത്താണ്. വീഡിയോ ഇഷ്ടമായതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി. മംഗലം ഡാമിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അവിടെ ഒരു ബിൽഡിങ്ങും ഒരു മരം വേര് പിടിച്ചേക്കണുണ്ടോ. എന്ത് രസം നോക്കി കാണാനായിട്ട്. മുകളിലേക്ക് ഇങ്ങനെ ആ മരം വളർന്നത് കോട്ടേഴ്സോ എന്തായിരുന്നു തോന്നുന്നത്.